ഹലോ ഹായ് വെൽക്കം ടു സജ്വാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂർക്കാരുടെ വെള്ളക്കൽത്തപ്പവുമായിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇത് ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലിലുള്ള വെള്ളക്കൽത്തപ്പാണ്. ഞാനൊരു കണ്ണൂർക്കാരി അല്ലാത്തതിനോണ്ട് അതിൻ്റെ ശരിയായ രൂപം എനിക്കറിയില്ല. ആദ്യം തന്നെ 4 മണിക്കൂർ പച്ചരി കുതിർത്ത് വെക്കണം. ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു സവാളയുടെ 1/4 ഭാഗം അതും ചേർത്ത് 1 സ്പൂൺ വലിയ ജീരകം, 1 കയ്യിൽ ചോറ്, 2 കയ്യിൽ തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് വെള്ളം ഇവ ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ചെടുക്കുക. അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പാത്രം, കേക്ക് ഉണ്ടാക്കുന്ന ടൈപ്പ് പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായി കൊത്തി അരിഞ്ഞ കൊച്ചുള്ളി, ചെറിയ ഉള്ളി ഇല്ല, അത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറമായതിനു ശേഷം അതിലേക്ക് നമ്മൾ ഈ മാവ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഉള്ളി എല്ലാം തന്നെ സൈഡിലാണ് പോയിട്ട് നിൽക്കുക. അത് നമ്മൾ മാവ് ഒഴിച്ച പാടെ തന്നെ സ്പൂണ് വെച്ചിട്ട് എല്ലാം ഒന്ന് മേലേക്ക് വരുന്ന രൂപത്തിലേക്ക് മാറ്റി കൊടുക്കണം. എല്ലാം മേലേക്ക് ആക്കി കൊടുക്കണം. അതിനുശേഷം മൂടി വെച്ച് 20 മിനിറ്റ് വേവിച്ചെടുക്കുക. 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഒരു സ്പൂണല്ല, ഒരു കത്തി വെച്ച് കുത്തി നോക്കിയാൽ അതിൽ ഒട്ടിപ്പിടിക്കൂല. ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ ഉള്ളെല്ലാം നന്നായി വെന്തിക്കണമെന്നാണ് നോക്കേണ്ടത്. അതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് നോക്കിയാൽ നല്ല സോഫ്റ്റ് ആണ് വെള്ളക്കൽത്തപ്പം റെഡി ആയിട്ട്. ഇത് നല്ല ചിക്കൻ ഗ്രേവിനോടും നല്ല കറിയെല്ലാം ഒഴിച്ച് തിന്നുന്ന ടൈപ്പ് വെള്ളക്കൽത്തപ്പാണ്. ഞാനിവിടെ ഇതിൻ്റെ നല്ല തിക്ക് ചിക്കൻ ഗ്രേവിയാണ് ഇതിന് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ, നല്ല അടിപൊളിയാണ്.